ഇപ്പൊ നാടൊന്നായി നബിദിനാഘോഷം നടത്താൻ തുടങ്ങിയപ്പോ മുജാഹിദീങ്ങൾക്കും ജമാഅത്തിങ്ങൾക്കും ഒരു മതത്തിന്റെ പുറത്താണെന്ന് നാട്ടുകാരൊക്കെ കരുതുന്നുണ്ടോന്നൊരു സ്വാതന്ത്ര്യം ഇപ്പൊ ഇങ്ങനെ ഓരോ കലാപരിപാടിയായിട്ട് വരികയാണ്. ജമാഅത്തെ ഇസ്ലാമി പണ്ട് നബിദിനത്തെ നബി ജയന്തി എന്ന് പറഞ്ഞു പരിഹസിച്ചവരാണ്. അതേ ജമാഅത്തേർ ഇപ്പോ റബീഉൽ അവ്വൽ വന്നപ്പോ നമ്മള് കുട്ടികൾക്ക് പാട്ടൊക്കെ കൊടുത്തു ഒരുങ്ങണീന്റെ മുമ്പ് തന്നെ ജമാഅത്തെ ഇസ്ലാമി നബിദിന ക്യാമ്പയിൻ പ്രഖ്യാപിച്ചേക്കാണ്. കണ്ടങ്ങളെ റബീഉൽ അവ്വൽ പരിഗണിച്ചുകൊണ്ടൊരു പ്രത്യേകമായ പ്രവർത്തനം ഇസ്ലാമിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല എന്ന പല്ലവി പാടി നടന്ന ജമാഅത്തേര് നബിദിനത്തെ നബി ജയന്തി എന്ന് പരിഹരിച്ച ജമാഅത്തേര് ഇപ്പോ നമ്മള് റബീഉൽ അവ്വൽ ഒരുങ്ങണീന്റെ മുമ്പ് തന്നെ ജമാഅത്തേര് ഒരുങ്ങി. പിന്നെ ജമാഅത്തേർക്ക് എന്താന്ന് ചോദിച്ചാല് ഊക്ക് കൂടുകയാണെങ്കിൽ ഭയങ്കര ഊക്കൈക്കാരം, ഊക്ക് കുറഞ്ഞാൽ പറ്റ ലൂസ് വയ്ക്കാരം. പണ്ട് വരെ തൗഹീദ് നിങ്ങൾ കണ്ടിട്ടില്ല, തൗഹീദാണ് മൂത്തിട്ട് ഇവര് പറഞ്ഞു ഇന്ത്യ രാജ്യം ഭരിക്കണമെങ്കിൽ മുസ്ലിം പള്ളി കമ്മിറ്റി ഭരിക്കാൻ പറ്റിയവരെ തന്നെ കിട്ടണം. ഇന്ത്യ രാജ്യത്ത് അമുസ്ലിമീങ്ങളൊന്നും ഭരണം നടത്താൻ പറ്റൂല, അതൊരു പള്ളി കമ്മിറ്റിക്ക് ആരൊക്കെ പറ്റുമോ അതുപോലെ തന്നെ ഈ ഗ്രാമപഞ്ചായത്തുക്കും പറ്റുള്ളൂ എന്ന് തൗഹീദ് അങ്ങോട്ട് കട്ടി കൂടിയപ്പോ പറഞ്ഞതാണ്. ഇപ്പൊ അയഞ്ഞു നോക്കുമ്പോ എവിടെ എത്തിയ നിങ്ങള് 2 വെള്ളിയാഴ്ച മുമ്പ് ജമാഅത്തെ ഇസ്ലാമിയുടെ മഞ്ചേരി പള്ളിന്റെ മീറാബിലും മിമ്പർമലൊക്കെ ആ മുസ്ലിമീങ്ങൾ കുത്തിർന്ന് നിരങ്ങി എന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ ആയിട്ട് പണ്ട് ഇന്ത്യ ഭരിക്കാൻ തന്നെ പറ്റൂല മുസ്ലിമീങ്ങളെ എന്ന് പറഞ്ഞ ജമാഅത്തേര് തൗഹീദ് കട്ടിയുടെ കാലാണ്. ഇപ്പൊ ലൂസായപ്പോ പറ്റ നരമ്പ് പൊട്ടിപ്പോയി. ഇപ്പൊ ജമാഅത്തേർക്ക് ഔത്തപ്പള്ളിയിൽ വരെ അമുസ്ലിമീങ്ങളെ കൊണ്ടുവരണം. അത് മതേതരം അല്ല, പണ്ടത്തത് മതമല്ല. അമുസ്ലിമീങ്ങളെ ഇന്ത്യ ഭരിക്കാൻ പറ്റൂല എന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വാദം മതമല്ല. സ്വന്തം പള്ളിക്കകത്ത് അമുസ്ലിമീങ്ങളെ വരെ ജുമക്ക് കൂട്ടാന്നുള്ളത് മതേതരത്വം അല്ല. മതേതരത്വം എന്ന് പറഞ്ഞാൽ സ്വാമി പള്ളിക്കലും മൂല്യർ അമ്പലത്തിലും പോയിട്ട് പരിപാടി എടുത്തല അതല്ല. പള്ളിക്കല മൂല്യർ അവിടുത്തെ പണി ചെയ്യാം, അമ്പലത്തിലെ സ്വാമി അവിടുത്തെ പണിയും ചെയ്യാം. അങ്ങാടിയിൽ രണ്ടൂട്ടരും നല്ല സ്നേഹത്തിൽ മനുഷ്യന്മാരെ പോലെ കഴിയതാണ് മതേതരത്വം. ജമാഅത്തെ ഇസ്ലാമി മതം പറഞ്ഞപ്പോഴും പാളി, ജമാഅത്തെ ഇസ്ലാമി മതേതരത്വം കാട്ടിയപ്പോഴും പാളി. ഇതുപോലെ നബി ജയന്തി എന്നും പറഞ്ഞ് നബിദിനത്തെ താറടിച്ച ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പൊ റബീഉൽ അവ്വൽ നമ്മൾ ഒരുങ്ങണീന്റെ മുമ്പ് ക്യാമ്പയിൻ പ്രഖ്യാപിച്ച് ഒരുങ്ങിയെന്ന് മാത്രമല്ല, ജമാഅത്തേർ നബിദിനാഘോഷത്തിന്റെ പേരിൽ ഹുബ്ബുർ റസൂൽ സമ്മേളനം നടത്തിയപ്പോ നടന്ന കലാപരിപാടി എന്താ നിങ്ങൾ സംഗീത കച്ചേരിയാണ്. സംഗീത കച്ചേരി അയഞ്ഞപ്പോ പറ്റയഞ്ഞു പോയി, മുറുകിയപ്പോ പറ്റ കൗത്തിൽ ശ്വാസം കിട്ടാത്ത മുറുക്കം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അവസ്ഥ. കാക്ക നടത്തം പഠിച്ച മാതിരി എന്ന് പയമക്കാർ പറയുന്ന ഒരു ചൊല്ലുണ്ട്. പഴയ നടത്തം മറന്നും ചെയ്ത് പുതിയത് പഠിഞ്ഞതുമില്ല. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചാടി മുമ്പിൽ പോകാം. കാരണം എന്താ വെച്ചാൽ പഴയത് മറന്നു പുതിയത് ശരിയായില്ല. ഈ ഒരു കോലത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി എത്തിയത്. മുജാഹിദും മോശമല്ല. മുജാഹിദ് ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു, ഹുബ്ബുർ റസൂൽ ക്യാമ്പയിന്. റബീഉൽ അവ്വൽ പരിഗണിച്ചുകൊണ്ടൊരു പ്രത്യേകമായ ആചാരം, ഒരു പ്രത്യേകമായ കലാപരിപാടി, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ല എന്ന് പറഞ്ഞ വഹാബിയാക്കും നേരം വെളുത്തും നിങ്ങള് നാട്ടുകാർ മുഴുവൻ അങ്ങോട്ട് നബിദിനം ആഘോഷിച്ചിട്ട് മുജാഹിദീങ്ങൾ അങ്ങോട്ട് ഓട്ടോമാറ്റിക്കലി പുറത്തുപോയി പോയി. നബിദിനം കഴിക്കാത്തവനെ കാണുമ്പോ മുസ്ലിമീങ്ങൾ എങ്ങനെ മൂത്ത് പോക്കണപ്പോ മാപ്പിളയാതി അല്ലേ, ഞങ്ങളെ ജാതിയല്ല മാപ്പിളയാതി അല്ല, ഇവൻ ഏതാന്ന് നാട്ടുകാർക്കൊക്കെ ഡൗട്ട്. ഈ ജാള്യത മറച്ചു വെക്കാൻ ഇപ്പൊ കാക്ക നടത്തം പഠിച്ച കലാപരിപാടിക്ക് ഇറങ്ങിയേക്ക വഹാബികളും.